നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെ വധിച്ചത് കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ്. അതിനുശേഷം അങ്ങോട്ട് ഇറാന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഇറാന്റെ പരമോന്നത നേതാവിനെ ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത്. മാസങ്ങൾ നീണ്ട ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴിതാ അത് സംബന്ധിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നത് നവംബർ മുതൽ ഇസ്രായേൽ ആസൂത്രണം ആരംഭിച്ചിരുന്നതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2025 നവംബർ മുതൽ തന്നെ ഖമേനിയെ വധിക്കാനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രഹസ്യ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നുവെന്നും അദ്ദേഹം ഇസ്രായേലിലെ N12 TV ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2026 പകുതിയോടെ ഈ ദൗത്യം നടപ്പിലാക്കാനായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നത്. അമേരിക്കയെ പോലും അറിയിക്കാതെ ഒറ്റയ്ക്ക് ഈ നീക്കം നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ശക്തമായ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങൾ ദൗത്യത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ കാരണമായി. ഈ അനുകൂല സാഹചര്യത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന അതിശക്തമായ സൈനിക നീക്കത്തിന് ഇറാനിൽ തുടക്കം കുറിച്ചതെന്ന് കാറ്റ്സ് വ്യക്തമാക്കി. ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഖമേനി ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയത് ഇസ്രായേലിനെയും അമേരിക്കയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ പുതിയ ചർച്ചകൾ ആരംഭിക്കുകയും സംയുക്ത സൈനിക നീക്കത്തിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ആഭ്യന്തര പ്രതിഷേധങ്ങൾ കാരണം വലിയ സമ്മർദ്ദത്തിലായ ഇറാൻ ഭരണകൂടം ഇസ്രായേലിനും മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിനുമെതിരെ മുൻകൂർ മിസൈൽ ആക്രമണം നടത്തിയേക്കുമെന്ന ഭയമാണ് ഈ സൈനിക നീക്കം വേഗത്തിലാക്കാൻ പ്രേരിപ്പിച്ചതെന്നും കാറ്റ്സ് പറഞ്ഞു. ഇതോടെ ഇരു രാജ്യങ്ങളും ചേർന്ന് സംയുക്ത പദ്ധതികൾ ആവിഷ്കരിക്കുകയായിരുന്നു. ഇറാനിയൻ നേതൃത്വത്തെ പൂർണ്ണമായി നീക്കം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദൗത്യം വേഗത്തിൽ പൂർത്തിയാക്കിയത്. പ്രസിഡന്റ് ട്രംപുമായി ഇത്തരമൊരു സഹകരണം ഉണ്ടാക്കാൻ ലോകത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിന് മാത്രമേ സാധിക്കൂ എന്നും അദ്ദേഹം പുകഴ്ത്തി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട സൈനിക നടപടിയിലൂടെയാണ് ഇസ്രായേലും US-ഉം സംയുക്തമായി ഇറാനെ ആക്രമിച്ചതും ഖമേനി ഉൾപ്പെടെ 40 പ്രമുഖ നേതാക്കളെ വധിക്കുകയും ചെയ്തത്. ഫെബ്രുവരി 28-ന് പുലർച്ചെ ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള പാസ്റ്റർ സ്ട്രീറ്റിലെ ഖമേനിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന കോമ്പൗണ്ടിൽ വെച്ചാണ് ഖമേനിയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും ആക്രമിക്കപ്പെട്ടത്. ഈ ആക്രമണത്തിൽ ഉപയോഗിച്ച ആയുധമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഖമേനി കൊല്ലപ്പെട്ടത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ്. ഇസ്രായേൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ വിക്ഷേപിച്ച ബ്ലൂ സ്പാരോ എന്ന മിസൈലാണ് ഖമേനിയുടെ ജീവനെടുത്തത്. 1.9 ടൺ ഭാരവും 6.5 മീറ്റർ നീളവുമുള്ള ഈ മിസൈൽ സാധാരണ ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ക്വാസി ബാലിസ്റ്റിക് പാതയാണ് പിന്തുടരുന്നത്. അതായത് യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപണത്തിന് ശേഷം അതിവേഗം ഉയർന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് കടക്കുന്ന ഈ മിസൈൽ പിന്നീട് ലക്ഷ്യസ്ഥാനത്തേക്ക് അതിശക്തമായി കുതിച്ചിറങ്ങുന്നു. ഏകദേശം 1995 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ അന്തരീക്ഷത്തിന് പുറത്തു പോയി തിരിച്ചു വരുന്നതിനാൽ റഡാറുകൾക്ക് ഇതിനെ കണ്ടെത്താനോ തകർക്കാനോ പ്രായോഗികമായി പ്രയാസമാണ്. ഇസ്രായേൽ F-35, F-15 യുദ്ധവിമാനങ്ങളാണ് ബ്ലൂ സ്പാരോ മിസൈൽ വിക്ഷേപിച്ചത്. മുമ്പ് ശത്രു മിസൈലുകളെ നേരിടാനുള്ള പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഈ മിസൈലിനെ പിന്നീട് ആക്രമണങ്ങൾക്കായി പരിഷ്കരിച്ചെടുക്കുകയായിരുന്നു. ഖമേനിക്കെതിരായ ആക്രമണം പെട്ടെന്നുണ്ടായ ഒന്നല്ല, മറിച്ച് ഇസ്രായേലിന്റെ സിഗ്നൽ ഇന്റലിജൻസ് വിഭാഗ A200 ആണ് ഈ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത്. ഇവർ കഴിഞ്ഞ 20 വർഷമായി ഖമേനിയും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിരീക്ഷിച്ചു വരികയായിരുന്നു. ആക്രമണത്തിന് മുമ്പ് ഖമേനിയുടെ അംഗരക്ഷകരുടെ സമയക്രമം, ആശയവിനിമയങ്ങൾ, പാസ്റ്റർ സ്ട്രീറ്റിലെ CCTV ക്യാമറകൾ എന്നിവയെല്ലാം ഇസ്രായേൽ ഹാക്കിങ്ങിലൂടെയും മറ്റും നിരീക്ഷിച്ചിരുന്നു. ടെലാവിവിലെ കമാൻഡ് സെന്ററുകളിലിരുന്ന കോമ്പൗണ്ടിലെ ഓരോ നീക്കവും തത്സമയം അവർ കണ്ടിരുന്നു. ആക്രമണത്തിന് ആഴ്ചകൾക്ക് മുമ്പ് ആക്രമണത്തെ ഭയന്ന് ഖമേനി ഭൂമിക്കടിയിലെ ആഴമേറിയ ബങ്കറുകളിലാണ് ഒളിച്ചിരുന്നത് എന്നതാണ് ഇസ്രായേൽ ഇന്റലിജൻസ് പറയുന്നത്. ഈ ബങ്കറിലേക്ക് എത്താൻ തന്നെ 5 മിനിറ്റോളം വേണമായിരുന്നത്രേ. എന്നാൽ രാത്രിയിൽ മാത്രമേ ഇസ്രായേൽ ആക്രമിക്കൂ എന്ന് വിശ്വസിച്ചിരുന്നതിനാൽ ഖമേനി പകൽ സമയങ്ങളിൽ ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നുവെന്ന് ഇസ്രായേൽ ഇന്റലിജൻസ് പറയുന്നു. ഈ ശീലം മനസ്സിലാക്കിയ US ചാര സംഘടനയായ CIA ശനിയാഴ്ച രാവിലെ ഇറാനിലെ ഉന്നത സൈനിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ഒരു യോഗം നടക്കുമെന്ന വിവരം ഇസ്രായേലിന് കൈമാറി.
ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ജൂദ് ആഘോഷമായ ഷബാത്ത് ആഘോഷങ്ങൾക്കായി വീടുകളിലേക്ക് മടങ്ങുന്ന ചിത്രങ്ങൾ അവർ മനഃപൂർവ്വം പുറത്തുവിട്ടു. ഇത് കണ്ട് ഇറാൻ ഉടനെ ആക്രമണം ഉണ്ടാകില്ലെന്ന് വിശ്വസിച്ചു. എന്നാൽ വേഷം മാറി തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർ ആക്രമണത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരുന്നു. ഫെബ്രുവരി 28 ശനിയാഴ്ച പുലർച്ചെ 6 മണിയോടെ ഇസ്രായേലിൽ നിന്ന് വിമാനങ്ങൾ പറന്നുയർന്നു. ഏകദേശം 30 മിസൈലുകളാണ് ഇവയിൽ നിന്ന് വിക്ഷേപിച്ചത്. ഇവയിൽ ചിലത് ഗമനിയിരുന്ന കെട്ടിടത്തെ നേരിട്ട് തകർത്തു. ഗമനിയ്ക്കൊപ്പം IRGC കമാൻഡർ മുഹമ്മദ് പക്കൂർ, പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ ഷംഖാനി, സയ്യിദ് മജീദ് മുസാവി തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടു. അതായത് വെറും ദിവസങ്ങൾ എടുത്തല്ല, മാസങ്ങളോളം എടുത്ത് ഗമനിയുടെയും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഓരോ ശീലങ്ങളും, അവർ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള ഓരോ സെക്കൻഡുകളും കൃത്യമായി നിരീക്ഷിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തി കൃത്യമായിട്ടുള്ള അറ്റാക്കിലൂടെ ഈ പറയുന്ന മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ എല്ലാവരെയും ഇസ്രായേൽ വകവരുത്തിയിരിക്കുന്നത്.